ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുളയങ്കാവിൽ അമ്മയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ. വേറെ എവിടെയൊക്കെ വണ്ടി കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വണ്ടി പൂജിച്ചിട്ടില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം പോയിട്ട് നമ്മുടെ മുളയങ്കാവിൽ അമ്മയുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ, വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നുള്ളൊരു വണ്ടി എടുക്കലായ കാരണം അമ്പലത്തിൽ പോയിട്ട് മാലയ്ക്കൊന്നും ബുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാല ഒന്നും ഇട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സാധാ പോലെ നമ്പൂതിരി ഇങ്ങനെ പൂജാരിനെ പൂജിച്ച് വണ്ടി ഇങ്ങനെ പൂജിച്ച് ചെറുനാരങ്ങയൊക്കെ വെച്ച് നമ്മൾ വണ്ടി ഇങ്ങനെ എടുത്തു കേട്ടോ. ഈ പൂജിക്കലോടും കഴിഞ്ഞിട്ട് വേണം എനിക്കിനി വണ്ടി എടുത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എന്തായാലും എടുക്കുന്നില്ല കേട്ടോ, ഇപ്പോൾ ഏട്ടൻ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് ഏട്ടനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. ഞാൻ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴൊക്കെ ഞാനിങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ. ഏട്ടനും കൂടെ ഉണ്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ലാതൊക്കെ ഞാൻ ഓടിക്കുന്നുണ്ട്. മാനുവൽ ഓടിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് ഏട്ടനെ നടി കിട്ടുന്നുണ്ട് ഗൈസ്. അതിനെ ഞാൻ നന്നാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല വണ്ടി ഓടിക്കാനായിട്ട്. ഞാൻ സ്വിഫ്റ്റ് ഓടിക്കുന്നതിനെക്കാട്ടും ബെറ്ററായിട്ട്, സോ മച്ച് ബെറ്ററായിട്ട് ഞാൻ ഇത് ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ നാരങ്ങയൊക്കെ വെച്ച് അതൊക്കെ ഇതാക്കി വണ്ടി എടുത്തു കേട്ടോ പൂജിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ പൂജാരി എന്നോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നീ വണ്ടി എടുക്കുമോ ഓടിക്കുമോ എന്നൊക്കെ ചോദിക്കാണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഓടിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാനിങ്ങനെ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പൂജിച്ചിട്ട് നമ്മളെ മുളയങ്കാവിൽ അമ്മയുടെ അടുത്ത് നിന്ന് വണ്ടിയൊക്കെ പൂജിച്ച് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടെ. ഇനി നമ്മൾ എവിടേക്കാണ് കേട്ടോ പോണത്? പറയും മൊഴി. അതല്ല, നമ്മൾ അവിടെ മോളെ ഡാൻസിൽ ചേർക്കാൻ പോവാണ് ഗൈസ്. ഭയങ്കര ചൂട്, ഒന്നതേ ചെറിയ കൂളിംഗ് കൂടി ഇല്ലാത്തോണ്ട് ഭയങ്കരമായിട്ട് സണ്ണടിക്കുന്നു. നമ്മളോട് സന്തോഷമുള്ള കാര്യം പറയുമ്പോ ചൂടെടുത്ത് പൊള്ളിയിരിക്കുമ്പോഴാണ് പറഞ്ഞ പോലെ അതിനെക്കാട്ടും മുമ്പ് സന്തോഷമുള്ള കാര്യമാണ് ഉമ്മോൾ ഡാൻസ് ചേർക്കാന്നുള്ളത്. അല്ലേ പറ്റിട്ടാ ഉമ്മോളെ നമ്മളെങ്ങനെ ഡാൻസിന് മുദ്ര പിടിക്കുക നമസ്കാരത്തിന്? പാട്ട് കുറച്ചുകൂടി കേട്ടണം, അവർക്ക് അതിന് വാക്കുകളൊക്കെ ഒന്ന് ക്ലിയർ ആയി വരട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ ഉമ്മോളം കൊണ്ടിട്ട് ആദ്യം ഡാൻസ് ചേർക്കാട്ടോ. മാറിടൂ ഞാൻ അടുത്ത ക്ലാസ് തൊട്ട് മോള് വരൂല്ലേ? ഇതുപോലെ കളിക്കാൻ വരൂലേ? ഇഷ്ടായില്ലേ കളിക്കാൻ? അപ്പൊ വേഗം പഠിച്ചു പോകണം. അവര് കളിക്കുമ്പോൾ നല്ല നല്ല ഡാൻസ് കളിക്കുമ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റുമോ? കാര്യം വരയ്ക്കുന്നുണ്ടോ? അല്ലേ ഒന്നുകൂടി കളിക്കുക. എങ്ങനെ അരമണ്ടലിരുന്ന് കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ ഇരിക്കണേ എന്താ പറയാ? നമ്മളറിയോ അരമണ്ടല എന്താ പറയാ? കുറച്ചുകൂടി എന്നാലും മോശമൊന്നും കേട്ടോ, കളിക്കാനൊക്കെ അറിയാം. ഞാൻ കുറെ നാൾ മുന്നേ തുടങ്ങി പഠിപ്പിച്ചു കൊടുക്ക. എനിക്ക് അവൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോ തൊട്ട് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു.
റെഡി ആവും കേട്ടോ. ഞാൻ മുതിര പറയട്ടെ. ഞാൻ പിടിക്കട്ടെ കൈ. ഈ എന്തെന്ന് തെറ്റിയോ? തെറ്റിപ്പോയിട്ട് അവൾക്ക് തന്നെ ചിരി വരുന്നുണ്ട്. പറഞ്ഞെടുക്ക്. പറയാൻ കിട്ടും. അവൾ പറയും പതാക പറഞ്ഞേ. ഇതെന്താ? ത്രിപതാക. എന്താ പറയാ? ത്രിപതാക. ഇതിനെന്താ പറയാ? പതാക. നമ്മൾ ആദ്യം വിളിച്ച എന്താ പറയാ? എല്ലാവരും ഇങ്ങനെ അറിയിക്കണ്ടേ? ഇങ്ങനെ വേറെ ചേർത്ത് പിടിക്കൂ. ഇതെന്താ പറയാ? പതാക. പറഞ്ഞോ? പതാക. അവരുടെ ഈ വരുന്നുണ്ടോ? ഇനി ഈ വല്ല കൂടി മുടക്കട്ടെ. അപ്പൊ ഏതാവും? അർദ്ധ പതാകയും. ഇങ്ങനെ ഇവര് പോകുന്നുണ്ടോ? തെറ്റുണ്ടോ? അവിടെ നിൽക്കട്ടെ അല്ലേ? എങ്ങനെയാണ് അപ്പൊ പറഞ്ഞതെല്ലാം നമ്മൾ തെറ്റി നിൽക്കണം. ഇത് നമുക്ക് പതുക്കെ പഠിക്കാം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ മാത്രം പഠിച്ചാൽ മതി. പതാക അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഈ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമോ? ഉറപ്പല്ലേ? കരിയോ? ഈ ചേച്ചിമാരെ വേണ്ട കഴിയുമോ? ചേച്ചിമാരെ വേണ്ട കഴിയുമ്പോൾ അതിലോട്ട് കഴിയുമോ? അല്ലേ എനിക്ക് കഴിയുന്നില്ല, ഞാൻ കളിക്കുന്നു പറയണം കേട്ടോ. അവര് കൂടെ ഒന്ന് കളിക്കണം കേട്ടോ. തെയ്യാ കേട്ടോ. പിന്നെ ഇതിനെത്ര നേരം കളിഞ്ഞ് ഇത് നല്ല കുട്ടിയാവും ചെയ്തല്ലേ? ഇത്രയേ ഉള്ളൂല്ലേ? നീ കളിക്കണോ? പല്ലേതുണ്ടോ? ഇല്ല? നമുക്ക് ഇനി കളിക്കാം. ഇങ്ങനെ എവിടെ കളിക്കാം? ഇനി നേരെ നോക്കട്ടെ. അതെ നീ വീട്ടിൽ പോയി ഇങ്ങനെ കളിച്ചു നോക്കിയാൽ മതി കേട്ടോ കുട്ടി. കളിച്ചു നോക്കുവോ? ഉറപ്പല്ലേ? എന്നിട്ട് അടുത്ത ആഴ്ച ക്ലാസ്സിൽ വരും കേട്ടോ. എല്ലാ കാര്യങ്ങളേ പഠിക്കാം കേട്ടോ. ഇന്നലെ കുറെ കളിച്ച കുട്ടികൾ പോകണില്ലേ? നമ്മുടെ ഡാൻസ് തുടങ്ങുമ്പോൾ കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇരിക്കട്ടെ. ഉഷാറായി. നീ വീട്ടിൽ പോയിട്ട് അടുത്ത ക്ലാസ്സിൽ വരും കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മള് ഉമ്മോളെ ഡാൻസിന് ചേർത്തിട്ട് നമ്മള് ഉമ്മോളെ കളിച്ചോ? അടിപൊളി കളിച്ചിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാല് കുറച്ച് ചെന്നപ്പോ അവള് അലമ്പാക്കിട്ടോ. അവള് ഇറങ്ങാണ്ടും കരഞ്ഞിട്ടും ഒക്കെ ആയിട്ട് കുറച്ച് സീനാക്കി. അവൾക്ക് ആദ്യമായിട്ട് കണ്ടതിൻ്റെത്. പക്ഷെ പിന്നെ ടീച്ചറെ ക്ലാസ് ഒക്കെ ഞാൻ അവിടെ കഴിയണ വരെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് അവള് എന്താണ് അവര് ഒന്ന് നിർത്തണം കാന്താരി മോശം അവരെല്ലാരും കഴിയുമ്പോ കണ്ട് ലാസ്റ്റ് ആപ്പിക്കുള്ള ഓക്കെ ആയിട്ടല്ലേ മോളെ? എവിടെ നീ എന്താ പഠിച്ചത്? ഡാൻസ് പഠിച്ചോ? കളിച്ചോ? ഇഷ്ടായോ?
ഇനി അടുത്ത ക്ലാസ് തൊട്ട് വരുമോ? ആ ഫുള്ള് കളിക്കോ? എന്നിട്ട് ടീച്ചർ ചോദിച്ചു ക്ഷീണായോ, കാല് വേനിക്കണോ? ക്ഷീണം കാല് വേനൊന്നും ഇല്ലാന്ന് അല്ലേ, അവിടെ ഒക്കെയാണത്. അപ്പൊ എന്തായാലും ഉമ്മോളെ അങ്ങനെ ഡാൻസിൽ ചേർത്തണേ. ഇനി കിടുവിന് എന്തിനേലും ചേർത്തണം. കിടുവിന് എന്തിനാ ചേരണ്ടേ കണ്ണാ? അവൻ എന്തേലും ഒരു ഇൻസ്ട്രുമെന്റ് ചേർത്തണം ഗൈസ്. മറ്റേ എന്താണ് എന്തിനേലും ചേർത്തണം. അത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ആലോചിക്കണം അവൻ എന്ത് ഇൻസ്ട്രുമെന്റ് ആണ് ചേർത്തേണ്ടത് അല്ലേ ഏട്ടാ? ടീച്ചർ എന്നോട് പറഞ്ഞു കേട്ടോ നിനക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഡാൻസ്. ഞാൻ പറഞ്ഞു മുട്ടുവരെയാണത്. എന്താണ് എന്റെ കാല പ്രശ്നത്തിൽ നിന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യും ഗൈസ്. കാരണം ഞാൻ ഉമ്മോളെ ചേർത്തപ്പോൾ ഞാനും ചേർന്നത് വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്റെ കാലിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് അത് ഓക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ചേരും അല്ല ഏട്ടാ. ഏതാ ഫിൽറ്റർ? പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിള്ളേരെയും കൊണ്ടിറങ്ങി പാർക്കിലേക്ക് കണ്ടപ്പോൾ ഇത് പെരിന്തമണ്ണ. അപ്പോൾ ഞാനുണ്ട്, ഏട്ടൻ, അൻഷാദ്, ഷാക്കിർ, അമ്മ, പിള്ളേർ, പിന്നെ ഫർസും കുട്ടിയുടെ, അതായത് അൻഷാദിൻ്റെ വൈഫും കുട്ടിയുടെ. പോണ വഴി അവിടെ പള്ളിയിൽ എന്തോ പരിപാടിയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മെഴുകുതിരിയൊക്കെ പിടിച്ച് ഇങ്ങനെ മാതാവിൻ്റെ യേശുവിൻ്റെ ഒക്കെ രൂപമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ സംഭവം എന്നൊക്കെ മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ പാർക്കിലെത്തി. അവിടെ തന്നെ കുറേ ഫുഡ് സ്റ്റാളും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഒരു ഏരിയയിൽ തന്നെയുള്ള ഒരു സംഭവം കേട്ടോ. അവിടെ എന്താ അതിന് പറയുകയെന്ന് എനിക്കറിയില്ല. മീൻസ് അവിടെ എന്താ അതിൻ്റെ പേര് പറയാൻ എനിക്കറിയില്ല. അപ്പം അവിടെ തന്നെ കുറേ മറ്റേ കുനാഫയും അതുപോലെ തന്നെ ഫുഡിൻ്റെയും ഐസ്ക്രീമിൻ്റെയും അതുപോലെ തന്നെ സൈൻ ലബാൻ്റെയും കുറേ ഇങ്ങനെ നമ്മളിങ്ങനെ ഫുഡ് സ്ട്രീറ്റ് പോലെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള വലിയൊരു പാർക്കാണ് കേട്ടോ. ഭയങ്കര വലിയൊരു പാർക്കാണുള്ളത്. നമ്മുടെ എന്താണ് ചെറിയ കുട്ടികൾക്കുള്ള പാർക്ക് സെപ്പറേറ്റ് ആയിട്ട്, പിന്നെ കുറച്ചുകൂടി വലിയ പിള്ളേർക്ക് അങ്ങനെ കുറച്ച് നല്ല സെറ്റപ്പാണ് കേട്ടോ അവിടെ. അപ്പം ഞാനിവിടെ ഇങ്ങോട്ട് പിന്നെ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടു മറ്റേ എന്താണ് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാറുണ്ടോ. അതിൻ്റെ അമ്മ നിൽക്കുന്നുണ്ടോ അവിടെ ബാക്കിൽ. ആ ബാക്കിൽ ഇങ്ങനെ ഒരു മറ്റേ എയർക്കുള്ള സംഭവം അല്ലേ, എന്താ പറയാൻ എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിലാണ് കിടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് പിള്ളേർ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് കാണാൻ കിട്ടില്ല കേട്ടോ. നിറച്ച് പിള്ളേർ അതിൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ അമ്മേനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഇവളുടെ പിന്നാലെ പോകുന്ന നിൽക്കാണ്ടോ. കിടു അവിടെ ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിലായിരുന്നു ഫുള്ള് കളിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ പുറത്ത് അസ്ലും മോളും ഓടി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ മോളുടെ പിന്നാലെ ഞാൻ നടക്കുന്നുണ്ട്. ഫർസ് അസ്ലുവിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പം ഞാൻ അസ്ലുവിനെ ലാഡറിൽ കയറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പം 36 അവന് കയറാൻ പറ്റില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഒരു ഉടുസി കൊടുക്കുകയാണ് കേട്ടോ. അവനും ഒരു ആഗ്രഹത്തിന് ഉടുസിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിലേക്ക് വേറെയും എന്തൊക്കെയാണ് പിള്ളേരിങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ബാക്കിലുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിള്ളേർ പിന്നാലെ ഓടുന്നതിന് പിന്നാലെ ഞാൻ ഷാക്കിനോട് ക്ലിപ്പിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവനാണ് കേട്ടോ എനിക്ക് ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തു തരുന്നത്. പിന്നെ ഉമ്മോൾക്ക് ഈ ജമ്പ് ചെയ്യുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ എന്താണ് എത്ര അതിൻ്റെ ഉള്ളിൽ തലകുത്തി പറഞ്ഞു വീണാലും പിന്നെ 37 അതിലേക്ക് എവിടെ ചെന്നാലും അവൾക്ക് അതിൽ കയറാനാണ് കേട്ടോ കൂടുതൽ ഇൻട്രസ്റ്റ്. അവളെപ്പോൾ ഏത് ഇതിൽ ചെന്നാലും എല്ലാവരും വേറെ കയറുമ്പോൾ അവൾ ആദ്യം ചെന്നിട്ട് അതിൽ കയറും കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചോട്ടെ. ഞാൻ സൈൻ ലബാലിൽ നിന്ന് 2 ഐറ്റംസ് മേടിച്ചു. പിന്നെ മറ്റേ ഏട്ടനപ്പുറത്ത് നിന്ന് ലേസിൻ്റെ ഒക്കെ ഓരോ എന്താണ് മിക്സൊക്കെ ഉള്ളൊരു സംഭവം മേടിച്ചു. ജ്യൂസ് മേടിച്ചു. പിന്നെ ഈ സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമായിട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതും കഴിച്ചു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഫുഡ് എല്ലാം കൂടി ഷെയർ ചെയ്ത് കഴിച്ച് വയറൊക്കെ ഫില്ലാക്കിയിട്ടുണ്ടോ ഞങ്ങൾ പോകുന്നത്. ഇതാണ് സൈൻ ലബാലിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെയുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.